നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ ദൈവസ്നേഹത്തിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാം? ഒന്ന്, ദൈവസ്നേഹത്തിൽ നാം അന്യോന്യം സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:12. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞും ഇരിക്കുന്നു. യോഹന്നാനെ പറ്റി നാം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നു താനും. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ 90 വയസ്സ് അദ്ദേഹം മാത്രമാണ് ശിഷ്യന്മാരിൽ നാച്ചുറൽ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തി. ബാക്കി എല്ലാവരും വലിയ രക്തസാക്ഷിത്വ മരണം വഹിച്ച, ഇൻക്ലൂഡിങ് നമ്മുടെ ഇവിടെ വന്ന തോമസ് ലീഹ ഉൾപ്പെടെ എല്ലാവരും രക്തസാക്ഷിത്വം മരിച്ച വ്യക്തികളായിരുന്നു. യോഹന്നാനെ രക്തസാക്ഷി ആക്കുവാൻ പല മാർഗങ്ങളും നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെയാണ് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. ഈ യോഹന്നാന് കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും കർത്താവിൻ്റെ മാറോട് ചേർന്ന് അങ്ങനെ കിടക്കും, ദൈവത്തോട് അങ്ങനെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല ഒരിക്കലും. ദൈവത്തിന് എല്ലാവരോടും ഒരുപോലെയുള്ളൂ സ്നേഹം. അത് റിസീവിങ് എൻഡിലെ പ്രശ്നമാണ്. അത് കാരണം ഇപ്പോൾ ഒരു മെറ്റൽ പീസും ഒരു വുഡൻ പീസും കൂടെ ഈ വെയിലത്ത് നമ്മൾ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഏതിനായിരിക്കും ചൂട് കൂടുന്നത്? മെറ്റൽ പീസിനായിരിക്കും. കാരണം സൂര്യനെല്ലാം 2 പേർക്കും ഒരുപോലാണ് ചൂട് കൊടുത്തത്. പക്ഷേ അതിന് കൂടുതൽ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി മെറ്റലിന് കൂടുതലുള്ളത് കൊണ്ട് അതിൽ ചൂട് കൂടുതൽ കാണുന്നു. ഇതുപോലെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് ആ സ്നേഹത്തിൽ കർത്താവിൻ്റെ മാറോട് ചേർന്ന് കിടന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. ഇതുകൊണ്ടാണ് ഈ നിങ്ങളിൽ ഒരാളെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസിന് ഇതാരാണെന്ന് അറിയാൻ വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ പത്രോസിന് ഇത് ചോദിക്കാൻ പേടിയാണ്. കാരണം പത്രോസിനെ അഥവാ യേശു കർത്താവിനോട് ചോദിക്കുക, ആരാ കർത്താവ് എന്ന് ചോദിച്ചാൽ കർത്താവ് വല്ലതും പറഞ്ഞാലോ അത് നീ തന്നെയാണെന്ന് വല്ലതും പറഞ്ഞാൽ പത്രോസ് പേടിച്ചു വീട്ടിലായിപ്പോൾ. അതുകൊണ്ട് പത്രോസ് യോഹന്നാനോട് പറഞ്ഞു, നീ ഒന്ന് ചോദിക്കാതെ ആരാണെന്ന്. യോഹന്നാൻ ഉറപ്പായിരുന്നു ഇവർ 11 പേരുമാണെങ്കിലും എൻ്റെ പേര് കർത്താവ് പറയത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ യോഹന്നാൻ പ്ലെയിനായിട്ട് ചോദിച്ചു, ആരാണ് കർത്താവ് എന്നൊന്ന്. കർത്താവ് അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, കർത്താവിനോട് ഇത്രയധികം ഒരു ബന്ധം, ആ സ്നേഹബന്ധം നിലനിർത്തുന്നത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ യോഹന്നാൻ ഉണ്ടായ പോലുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ യേശുമായിട്ടുള്ള ആ ബന്ധം നാം ദൃഢമാക്കിയാൽ വളരെ ക്ലീനായിട്ട് ഏത് കാര്യവും ഏത് സമയവും അവൻ്റെ മാറോട് ചേർന്ന് അവൻ്റെ ഹിതം പറയുക പോലും വേണ്ട. യോഹന്നാൻ